ഇന്ത്യ പ്രസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജന്തർ മന്ദറിലാണ്. ഡൽഹിയിലെ ജന്തർ മന്ദർ നമ്മൾ കറൻസി നോട്ടുകളിലും പുസ്തകങ്ങളിലുമൊക്കെ കണ്ടിട്ടുള്ള ജന്തർ മന്ദർ യഥാർത്ഥത്തിൽ ഇത് മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിന്നും ജയ്പൂർ ഭരിച്ചിരുന്ന അദ്ദേഹം 1723 മുതൽ പല സ്ഥലങ്ങളിലായി 13 ഇടങ്ങളിൽ ചില വാന നിരീക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ചില ഡയലുകൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ജന്തർ മന്ദറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 723 അടി ഉയരത്തിൽ ഉള്ള വലിയ ഡയലുകൾ ഇവിടെ നമുക്ക് കാണാം. 1724 ഡൽഹിയിൽ കാണുന്ന ഒരു ഒബ്സർവേറ്ററിയായി നിർമ്മിക്കപ്പെട്ട നമ്മളിപ്പോൾ ഈ കാണുന്ന ജന്തർ മന്ദർ രൂപീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാത സമയത്താണ്, രാവിലെയാണ് ഞങ്ങൾ എത്തിയത്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു. എങ്കിലും അധികം സന്ദർശകരൊന്നും ഇല്ലായിരുന്ന ആ സമയത്ത് നമുക്ക് ഇത് സന്ദർശിക്കാൻ വളരെ മനോഹരമായിരുന്നു. ഏതായാലും ഈ 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഇത് ഉജ്ജയിനിലും മധുരയിലും വാരണാസിയിലും ജയ്പൂരിലുമൊക്കെ ഇത്തരം ഡയലുകൾ അല്ലെങ്കിൽ ഇത്തരം ഒബ്സർവേറ്ററികൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പല രീതിയിൽ ഉള്ള ഉപയോഗങ്ങളാണ് പറഞ്ഞിരുന്നത്. അതായത് ഒരുപാട് യന്ത്രങ്ങൾ ആണിവിടെ. പ്രാചീന കാലത്ത് ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്ന ചില കണക്കുകൂട്ടലുകൾ ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ ദിശയും അതുപോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥവുമൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഏതാനും ഉപകരണങ്ങളാണ്. അതിനകത്ത് ജയപ്രകാശ് യന്ത്ര, സമ്രാട്ട് യന്ത്ര, രാമയന്ത്ര, മിശ്രയന്ത്ര, അങ്ങനെ തുടങ്ങിയ കപാല യന്ത്ര, രസിവല്യ യന്ത്ര എന്നൊക്കെ തുടങ്ങുന്ന പേരുകളിൽ അറിയപ്പെടുന്ന പലതരം യന്ത്രങ്ങൾ, അല്ലെങ്കിൽ അത് ചില ആസ്ട്രോണമിക്കൽ വിഷ്വൽസ് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ദിശ അറിയുന്നതിന് വേണ്ടിയൊക്കെയുള്ള യന്ത്രങ്ങളാണ്. എന്തായിരുന്നാലും വളരെ മനോഹരമായ ഒരു സ്ഥലം, സന്ദർശിക്കേണ്ടത് തന്നെ.